സിഗ്സാഗ് അടിക്കുകയാണെങ്കിൽ പോലും ഉണ്ടോ ഒരു പ്രശ്നമില്ലാതെ. ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കാണിച്ചായിരുന്നു, ഈ വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ ഹൈലൈറ്റ് ഉണ്ട്. ജസ്റ്റ് 15 മിനിറ്റ് ഉണ്ട്. അപ്പം ഇതിന്റെ പൊസിഷൻ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വലിയ പ്രത്യേകത. തോമസ് ഗ്രീക്ക് മിത്തോളജി പ്രകാരം കടൽ ദൈവം എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് തോമസ് എന്ന് പറയുന്നത്. ഈ തോമസ് എന്ന് പറയുന്ന ഗ്രീക്ക് മിത്തോളജിയിലെ കടൽ ദൈവത്തിനെ ആസ്പദമാക്കി ഓഷ്യൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഡിസൈൻ ആസ്തറ്റിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് BYD എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി ഇന്ത്യയിൽ അവരുടെ 3ാമത്തെ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതാണ് BYD സീൽ. ഈ ഡിസൈൻ മികവിനെ BYD വിശേഷിപ്പിക്കുന്നത് ഓഷ്യൻ എസ്തറ്റിക് എന്നുള്ള രൂപത്തിലാണ്. അതായത് ഓഷ്യൻ ഡിസൈൻ മികവിലാണ് ഈ വാഹന വിപണിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ഇതൊരു പെർഫോമൻസ് വാഹനമാണ്, ഫുള്ളി ഇലക്ട്രിക് വാഹനമാണ്, ബിൽഡ് യുവർ ഡ്രീം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കീഴിൽ ഇന്ത്യയിലേക്ക് വരുന്ന 3ാമത്തെ വാഹനമാണ് എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ പെട്ടെന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഒപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡ്രൈവ് അനുഭവവും വിവരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഓഷ്യൻ ഡിസൈനിൽ 2ാമത്തെ വാഹനമാണ് സീൽ എന്ന് പറയാം. ആദ്യം ഇവർക്കൊരു ഡോൾഫിൻ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്, പക്ഷേ അത് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. ഇന്ത്യയിലേക്ക് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് എന്നുള്ളതാണ്. കാണുന്ന സമയത്ത് ശരിക്കും നമ്മൾ എവിടേക്കോ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു സ്പോർട്സ് കാറിൻ്റെ എല്ലാ ഭാവങ്ങളും സൗന്ദര്യവും ഈ വാഹനത്തിനകത്തുണ്ട് എന്ന് പറയാം. ഏത് വാഹനത്തോടാണ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കമൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ ഷേപ്പ്ഡ് എന്ന രൂപത്തിലാണ് ഹെഡ്ലാമ്പിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് 2 യുകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ DRL പാറ്റേണൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് കയറ്റി നിൽക്കുന്നത് ഒരു യുണീക്ക്നെസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ താഴെ നമുക്ക് റിപ്പിൾ ലാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ലാമ്പിനെ കാണിക്കാൻ പറ്റും. ഇത് ശരിക്കും 4 ലാമ്പുകൾ ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്നതാണ്. രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. ആ ഒരു കടലിൻ്റെ തിരമാല എന്ന് പറയുന്ന ആ ഒരു സാധനത്തെയാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഒരു ഡിസൈനിൻ്റെ പ്രത്യേകത. ഒരു ബ്ലാക്ക് പാറ്റേണൊക്കെ കൊടുത്തത് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ലിപ്പ് ഭാഗവും നമുക്ക് കാണാം. ആ ഒരു എയർ ഡാം ഗ്രില്ല് ശരിക്കില്ല, പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു എയറോ ഡൈനാമിക്കിൻ്റെ ഭാഗമായിട്ടൊരു എയർ ഡാം യൂണിറ്റ് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വാഹനത്തിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് എയറോ ഡൈനാമിസം കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇതൊരു അടിപൊളി സെഡാനാണ് എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ്. SUVകളെ മാത്രമായിരുന്നു BYD ഇതുവരെ ഇറക്കിയിരുന്നത്. അവരുടെ ഫസ്റ്റ് ഇന്ത്യൻ സെഡാനാണ് BYD സീൽ എന്നുകൂടി നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ഫ്രണ്ടിലേ നമുക്ക് ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൂടി വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഫ്രങ്ക് സ്പേസ് കാണാം. ഈ ഫ്രങ്ക് സ്പേസ് നമ്മൾ അധികം കണ്ടിട്ടുള്ളത് പോഷ്, അതുപോലെ തന്നെ ഫെറാറി, അങ്ങനെയൊക്കെയാണ് ആ തരത്തിൽ. കാരണം വെച്ചാൽ ഇത് ഇലക്ട്രിക് ആണ്, എഞ്ചിനില്ല, ബാറ്ററി പാക്കിൻ്റെയും മോട്ടറിൻ്റെയും സഹായത്തോടു കൂടിയാണ് വർക്ക് ചെയ്തത്. 3 വേരിയൻറ്റുകളായിട്ട് ഇത് അവൈലബിൾ ആണ്. അതിൽ 2 ബാറ്ററി പാക്കുകളുണ്ട്. ഫസ്റ്റത്തെ 2 വേരിയൻറ്റിനും സെയിം ബാറ്ററി പാക്ക് തന്നെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്കൊരു ഹൈഡ്രോളിക് സ്ട്രട്ടിൻ്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹുഡുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില എലമെൻറ്റുകളുണ്ട്. അതിലേക്ക് വരാം. ആദ്യം തന്നെ നമുക്ക് ടയറിൽ നിന്ന് ആരംഭിക്കാം എന്നുള്ളതാണ്. 19 ഇഞ്ച് വീലുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്തുള്ള അലോയ് വീൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു പ്രിസിഷൻ കട്ട് അലോയ് വീലായിട്ട് തോന്നും. അതുപോലെ തന്നെ ആ ഒരു ബ്ലേഡുകൾ കുറച്ചുകൂടി വലിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് കുറച്ചും കൂടി ആ ഒരു ഡ്രാഗ് കോയിഫിഷ്യൻറ്റിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് കുറച്ചും കൂടി എയറോ ഡൈനാമിക് ആക്കാൻ അത് സഹായിക്കും. അതിനകത്ത് BYDയുടെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു BYD ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആരോ പോലെ അല്ലേ, മൂവ് ഫോർവേഡ് എന്നുള്ളതിന്, അല്ലെങ്കിൽ ഒരു മീനിൻ്റെ വാല് എന്നൊക്കെ വേണമെങ്കിൽ അതിന് വിശേഷിപ്പിക്കുക. ആ തരത്തിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറർ, വാട്ടർ ഡ്രോപ്പ് എന്നാണ് ഈ ഒരു ഡിസൈൻ അവർ വിശേഷിപ്പിക്കുന്നത്. ഒരു കടലാവുമ്പോൾ ചെറിയൊരു മഴയൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. 360 ഡിഗ്രി ക്യാമറ വ്യൂ ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ക്യാമറ യൂണിറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് അഡാസ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാം. ഹിഡൻ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. അകത്തേക്ക് പോകും. വിൻഡിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അത്യാവശ്യം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് ഈ വാഹനത്തിനകത്ത് വരുന്നത് എന്നുള്ളതാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ക്യാരക്ടർ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ താഴ്ഭാഗത്ത് ലിപ്പ്, ആ ഒരു ലിപ്പിൻ്റെ ഈ എൻഡിലേക്ക് വരുന്ന സമയത്ത് ഡിസൈൻ പാറ്റേണിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് സൈഡിൽ നിന്ന് പറയാനുള്ളത്. മറ്റൊരു കാര്യം റൂഫിനെ കുറിച്ചാണ് പറയാനുള്ളത്. ശരിക്കും ഇതൊരു സിൽവർ പ്ലേറ്റഡ് ഗ്ലാസ് റൂഫാണ്. അത് ഞാൻ അകത്തുനിന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബാക്കിലേക്ക് വരുന്ന സമയത്തും വാട്ടർ ഡ്രോപ്പ് എലമെൻറ്റുകൾ നമുക്ക് കാണാം. അതൊരു ടെയിൽ ലാമ്പിലാണ് എന്നുള്ളതാണ്. ഈ ഒരു ടെയിൽ ലാമ്പ് ഒരു വാട്ടർ ഡ്രോപ്പ് ഡിസൈൻ പാറ്റേണൊക്കെ അതിനകത്ത് കുഞ്ഞു ഇതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് പരസ്പരം കണക്റ്റഡ് ആണ്. ഒരു നാരോ ലൈറ്റിംഗ് ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് കൊടുക്കുന്നു. BYD എന്ന് പറയുന്നൊരു ബാഡ്ജിങ്, വീണ്ടും BYD സീൽ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം കാണാം. ക്യാമറ യൂണിറ്റ്, അതുപോലെ ഈ ഒരു ബട്ടൺ എന്താ
ഇവിടെ ഒരു ചെറിയ ബട്ടൺ ഉണ്ട്. ഈ ജസ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ആയിട്ട് വരും. ഓട്ടോമാറ്റിക് ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബൂട്ടുകളാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. 350 ലിറ്ററിൽ കൂടുതൽ നമുക്ക് കപ്പാസിറ്റി ഉണ്ട്. ഒരു സെഡാനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ബൂട്ട് സ്പേസ് എന്ന് വേണമെങ്കിൽ ഇതിന് വിശേഷിപ്പിക്കാം. ഓട്ടോമാറ്റിക് ഓപ്പൺ ആണ്. അതേപോലെ ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും എന്നുള്ളൊരു പ്രത്യേകതയാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡിഫ്യൂസർ ഭാഗം കുറച്ചും കൂടി ഒരു സ്പോർട്ടി ആൻഡ് അട്രാക്റ്റീവ് എന്നുള്ളൊരു ഫീലിലാണ് ക്രമീകരിച്ചേക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ നമ്മളെ ഇൻവോൾവ് വണ്ണിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം എന്നുള്ളതാണ്. ഇൻവോൾവ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ ഫ്രാഗ്രൻ്റ് ആണ്. അതായത് വാഹനത്തിനകത്ത് കുറച്ച് നല്ല സ്മെല്ല് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപകരണം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സ്നോഫോൾ എന്ന് പറയുന്ന ഒരു ഫ്രാഗ്രൻ്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രീമിയം വാഹനത്തിനകത്ത് കുറച്ചും കൂടി ഒരു നമ്മളൊരു തണുത്ത പ്രദേശത്തേക്കൊക്കെ പോകുന്ന സമയത്ത് കിട്ടാവുന്ന ഒരു സ്മെല്ലിൻ്റെ ആ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും എന്നതാണ്. അപ്പോൾ ഒരു പ്രീമിയം ഇൻറ്റീരിയറും ഇതിൻ്റെ സ്മെല്ലും കൂടി ചേരുന്ന സമയത്ത് നല്ല അടിപൊളിയാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറ്റിയ ഒരു ഫ്രാഗ്രൻ്റ് ആണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു പ്രീമിയം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ ഫ്രാഗ്രൻ്റ് ഉപയോഗിക്കാം. 300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒരു 3 മാസക്കാലമുള്ളത് ഉപയോഗിക്കാം. ഇതിനകത്ത് ഉടൻ ബ്രിക്ക് ആണുള്ളതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാപ്പാടായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുവരെ മറ്റ് ഫ്രാഗ്രൻസുകൾ ഉപയോഗിച്ച ആളുകൾ ഇൻവോൾവ് വണ്ണിൻ്റെ സ്നോഫോൾ ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. അടിപൊളിയാണ്. ഇവിടെയാണ് നമ്മളുടെ ചാർജിങ് പോർട്ട് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് മാത്രമല്ല, വെഹിക്കിൾ ടു ലോഡ് എന്ന് പറയുന്ന ഫെസിലിറ്റി കൂടി ഇതിനകത്തുണ്ട്. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഓവനോ ഒക്കെ ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 2 ടൈപ്പ് ബാറ്ററിയാണ്. ഒന്ന് 61 കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററിയും 82 കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററി. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 82 കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററിയാണ്. ഇതിനേക്കാളും ടോപ്പായിട്ടുള്ള ഒരു പെർഫോമൻസ്, അതായത് 670 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ കൂടി ഉണ്ട്. അത് ഇപ്പം നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. മറ്റൊന്ന് 15 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 200 കിലോമീറ്റർ ദൂരം ഈ വാഹനത്തിന് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ ഹൈലൈറ്റ് ഉണ്ട്. ജസ്റ്റ് 15 മിനിറ്റ് കൊണ്ട്. അപ്പം ഒരു ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് സമയം എന്നുള്ളതാണ്. ആ ഒരു പരിപാടി ഇതുപയോഗിച്ച് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അകത്തേക്ക് വരാം. ഡോറൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റാണ് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഡാമ്പ് ചെയ്യുന്ന ഒരു ഫീലും നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ മെറ്റീരിയൽ കൊടുത്ത് അത്യാവശ്യം നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊരു ഇലക്ട്രിക് വാഹനമാണ്. അങ്ങനെ കാര്യമായിട്ട് സൗണ്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താ കഴിഞ്ഞാലും എയർ നോയ്സും കാര്യങ്ങളൊക്കെ കുറക്കാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. ഇതാണ് ഇൻറ്റീരിയർ. നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു കടൽ ദൈവം തോമസ് എന്ന് പറയുന്ന ആ ഒരു കടൽ ദൈവത്തിൻ്റെ കളർ തീമിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് BYD അവകാശപ്പെടുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അത് നമുക്ക് ഡോർ സൈഡിൽ നിന്ന് ആരംഭിക്കാം എന്നുള്ളതാണ്. ഒരു അൽക്കണ്ടാറ മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈൻ ഓഡിയോ എന്ന് പറയുന്ന മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ട്യൂട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതൊക്കെ ഉണ്ട് ഒരു പ്രത്യേക ആ ഒരു വെള്ളത്തിൻ്റെ വേവിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് കൊടുത്തുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ നമുക്കൊരു വുഡൻ ടൈപ്പ് മെറ്റീരിയൽസ് കംപ്ലീറ്റ്ലി ലെതർ റാപ്പിഡാണ്. പ്ലാസ്റ്റിക് കാര്യങ്ങൾ വരുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ്. ഇതെല്ലാം ലെതറായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. അത് കുറച്ചൊന്ന് ചെരിച്ച് വെച്ചേക്കുന്നത് എനിക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ബൂട്ടിൻ്റെ ഒരു കൺട്രോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലെതർ സീറ്റുകളാണ്, വെൻറ്റിലേറ്റഡ് ആണ്. അതിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരു സ്പോർട്ടി സീറ്റാണെന്ന് പറയാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അല്ല, ഹെഡ് റെസ്റ്റ് അതിനകത്ത് തന്നെ ഇൻബിൽട്ട് ചെയ്ത് കൊടുത്തേക്കുന്ന തരത്തിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസോട് കൂടി വന്നിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഒരു D ഷേപ്പിലാണ്. ഇതും ആ ഒരു നമ്മളിതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒഴുക്കൻ സ്പോർട്ടി സ്റ്റൈൽ ഇതിനകത്തും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫുള്ളി ലെതർ റാപ്പിഡാണ്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. BYDയുടെ ഒരു ലോഗോ തുടങ്ങിയിട്ടുള്ള ലോഗോയും ബാഡ്ജിങ്ങും ഒക്കെ സെയിം തന്നെയാണെന്ന് പറയാം. ആ തരത്തിൽ ക്രമീകരിച്ച നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇവിടെ നമുക്കൊരു 10.25 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാം. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതിങ്ങനെ സ്റ്റാൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. ഡ്രൈവ് മോഡും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അതിനകത്ത് ചെറിയ കളർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു 15.6 ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാണാം. 15.6 ഇഞ്ച്. ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കാണിച്ചായിരുന്നു, ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇത് അവിടെ കൺട്രോൾ ചെയ്യാം. അതായത് ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീലിനകത്തും ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ഒരു വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വെർട്ടിക്കലി കാണണമെന്നുണ്ടെങ്കിൽ എളുപ്പം കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ യൂട്യൂബിൽ ഒരു ഷോർട്സ് കാണുന്നുണ്ടെങ്കിലൊക്കെ വെർട്ടിക്കലി ഫുൾ സ്ക്രീനായിട്ട് കാണാം. ഇതിനകത്ത് തന്നെയാണ് AC വെൻറ്റിൻ്റെ കൺട്രോൾസും, അതായത് ക്ലൈമറ്റ് കൺട്രോൾസിനെ കൊടുത്തിട്ടുള്ളത്. ഈ ക്ലൈമറ്റ് കൺട്രോൾസിനകത്തുള്ള ഒരു ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്കലി നമുക്ക് AC വെൻറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തൊട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വലിയ പ്രത്യേകത ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്പോട്ടിഫൈ മ്യൂസിക് അത് ഉപയോഗിച്ച് പ്ലേ ചെയ്യാം. കണക്റ്റഡ് അല്ല, നെറ്റില്ല, റേഡിയോ
മെനു ഓക്കെ, അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു AC വെൻറ്റ് പ്ലേസ് ചെയ്തേക്കുന്ന രീതിയൊക്കെ ശരിക്കും ഒരു പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ് ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഈ ഒരു അൽക്കണ്ടാറ മെറ്റീരിയൽ അത് ഡോറിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നിലകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ടത് ഒരു വേവ് ഫീലാണ് ശരിക്കും, ഒരു തിരമാലയുടെ ആ ഒരു ഫീല് ശരിക്കും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമുക്ക് അവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ്. ഓട്ടോമാറ്റിക് ഡയനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിററിനെയും ഇവിടെ നമുക്ക് കാണാം. ഇതിനകത്തെ അഡാസ് ഫീച്ചേഴ്സുകൾ കൂടി ഉണ്ട് കേട്ടോ. അതായത് ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ്, ലൈൻ കീപ്പ് അസിസ്റ്റ്, അതുപോലെ തന്നെ എമർജൻസി ബ്രേക്കിംഗ്, ബാക്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് ചെയ്യുന്ന സിസ്റ്റം, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം ഡീഫോൾട്ടായിട്ട് ഓഫ്ലൈൻ ആയിട്ടാണ് വരിക, നമുക്ക് ഓൺ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ആവശ്യമുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇനാബിൾ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇനി സെൻട്രൽ ടണലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സെൻട്രൽ ടണലിനെ ഒരു വിശേഷിപ്പിക്കുന്നത് ഹേർട്ട് ഓഫ് ഓഷ്യൻ എന്നാണ്. അതായത് ഇതിൻ്റെ ഹൃദയം. ട്രാൻസ്മിഷൻ ഒരു വാട്ടർ ഡ്രോപ്പ് എലമെൻറ്റ് പോലെയാണ് ഇതിനെയും ക്രമീകരിച്ചിട്ടുള്ള ഒരു ക്രിസ്റ്റൽ സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. വളരെ ചെറിയ ഒരു ട്രാൻസ്മിഷൻ നോബുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺ, ടെമ്പറേച്ചർ നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാനുള്ളൊരു ചെറിയ ബട്ടൺ, അതായത് AC ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഇവിടെ കൊടുത്തേക്കണം. അതുപോലെ തന്നെ മോഡ് സെലക്ഷൻ, 3 ഡ്രൈവ് മോഡ്, നോർമൽ, സ്പോർട്ട്, എക്കോ എന്ന് പറഞ്ഞിട്ട് 3 ഡ്രൈവ് മോഡുകളാണുള്ളത്. അതിൻ്റെ സെലക്ഷൻ, പാർക്ക് ബ്രേക്ക്, ഹസാർഡ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കാണാം, 2 കപ്പ് ഹോൾഡറുകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ ഇവിടെയൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലാണ് കൊടുത്തേക്കുന്നത്. 2 വയർലെസ് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് എന്നതാണ്. ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആക്കിയെടുക്കാം. താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിനകത്ത് ഇപ്പം കൈയിട്ട് കഴിഞ്ഞാൽ ഒരു ടിക് ടാക്ക് കിട്ടും. ഇത് നമ്മൾ വാങ്ങി വെച്ചാണ്, നിങ്ങൾ വണ്ടി വാങ്ങുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ഗ്ലോ ബോക്സ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാൻ, ഒരു ഭയങ്കര പ്രീമിയം ആയിട്ടുള്ളൊരു ക്വാളിറ്റി. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ റൂഫ്, ഗ്ലാസ് റൂഫാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോട്ടനാണ്, അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടിന് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു ഫീൽ ഉണ്ട്. ഇപ്പോൾ ഇത്ര നേരം ഇത് ഞാൻ വെയിലത്താണ് ഇട്ടേക്കണേ, പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഗ്ലാസ് ചൂടായിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് ചൂട് കയറി വരുന്നില്ല എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട്. ഇവിടെ കൈ വെക്കുമ്പോൾ പോലും അങ്ങനെ കാര്യമായിട്ട് ചൂട് ഇങ്ങോട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഗ്ലാസ് തൊട്ട് കഴിഞ്ഞാൽ ഗ്ലാസ് ചൂടുണ്ട് എന്നുള്ളതാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ ഹെഡ് റെസ്റ്റ് ഒക്കെ നോക്കിയാൽ ശരിക്കും ഹെഡ് റെസ്റ്റ് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഓക്കെയാണ്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഒരു ബീപ്പ് സൗണ്ടുകൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. അടുത്തൂടെ പോയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവായി ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ്. പിന്നെ അതുപോലെ ഇതിൻ്റെ അടുത്തൊരാൾ നടന്നു പോകണമെങ്കിൽ ഉടനെ ഓട്ടോമാറ്റിക് 360 ഡിഗ്രി ക്യാമറ വ്യൂ ആക്ടിവേറ്റ് ആയി വരും എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ക്യാമറ ഒന്ന് ഞാൻ കാണിച്ചു തരാം. വാ, ഇതാണ് ഇതിൻ്റെ 3D വ്യൂ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ അതാ ബാക്ക് ഡോർ ഓപ്പൺ ആയിട്ടാണ് കിടക്കണേ. അവിടെ ബാക്ക് ഡോർ ഓപ്പൺ ആണ്. നേരത്തെ ഫ്രണ്ട് ഓപ്പൺ ആകുമ്പോൾ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നുണ്ട് അതൊക്കെ. അതേപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ഏരിയ, നേരത്തെ ഞങ്ങൾ ട്രാഫിക്കിൽ എടുത്തപ്പോൾ ബാക്കിലത്തെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പോലും വളരെ കറക്റ്റായിട്ട്, പക്ഷേ സൈസ് വ്യത്യാസം കാണിക്കുന്നുണ്ട് ബാക്കിലത്തെ വണ്ടികൾ, പക്ഷേ നമ്പർ പ്ലേറ്റ് പോലും ഭയങ്കര പ്രോപ്പറായിട്ട് ഇത് ഫെച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അത്യാവശ്യം വിസിബിലിറ്റിയും ഓക്കെയാണ് കേട്ടോ. അതായത് ക്ലാരിറ്റിയിലെ നല്ല ഒരു ക്ലാരിറ്റി, ടച്ച് റെസ്പോൺസീവ് നൈസാണ്. ഇത് നോക്കിയിട്ട് സൈഡ് ഓരോ ആംഗിൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാണ്ട, കൊള്ളാം. ഇപ്പോൾ ഞാനിരിക്കുന്നത് BYD സീലിൻ്റെ ബാക്ക് സീറ്റിലാണ്. ശരിക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് സീറ്റ്. ഒരു സെഡാൻ ആനുകൂല്യമുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും നല്ല ഹെഡ് റൂം ഉണ്ട്. 5 പേരിൽ കൂടുതൽ ഹെഡ് റൂം വരുന്നു. ധാരാളം ലെഗ് റൂം വരുന്നു. തൈ സപ്പോർട്ട്, ഞാൻ കുറച്ച് നീളമുള്ള ആളായതുകൊണ്ട് ഉള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇരിക്കാൻ നല്ല കംഫർട്ടായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റൊക്കെ നല്ല അത്യാവശ്യം സപ്പോർട്ടീവാണ്. ലെതറാണ്. അതിൻ്റെ ഒരു കുഷ്യൻ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 2 ഫയൽ പോക്കറ്റ് ഉണ്ട്, ഒരു മൊബൈൽ ഹോൾഡർ, ഫയൽ പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗം ഒരു പിയാനോ ബ്ലാക്ക് ഒക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുണ്ട്. കുറച്ചൊരു പ്രീമിയം അപ്പീൽ ശരിക്കും ഉണ്ട്. അത് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫുള്ളി ലെതർ കവേർഡാണ്. റിയർ AC ഇവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് കാണാം. ആംബ്രസ്റ്റ്, അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ ലെതർ പാക്കഡ് ആണ് എന്നുള്ളതാണ്. 3 ഹെഡ് റെസ്റ്റാണ് കൊടുത്തേക്കുന്നത്. അതിൽ 2 എണ്ണത്തിൽ മാത്രമേ BYDൻ്റെ ബാഡ്ജ് ഉള്ളൂ. അതായത് 2 ആൾക്കാർ നല്ല അടിപൊളിയായിട്ടിരിക്കും. 3ാമതൊരാൾ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് BYD ഏറ്റെടുക്കില്ല എന്നാണ്. പക്ഷേ ഇരിക്കാം, സെൻട്രൽ ടണലില്ല, ഫ്രീ ആണ്, മൂവ്മെൻ്റ് ഒക്കെ ഭയങ്കര ഈസിയാണ്. ഒരാൾക്ക് ഇവിടെ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതേപോലെ കംഫർട്ട് ഉണ്ടാവില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ കുറച്ച് ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ കുറച്ച് ഉയരത്തിലാണ്. അതുകൊണ്ടാണ് അവർ BYDൻ്റെ ബാഡ്ജ് വെക്കാൻ തോന്നുന്നു. ഇവിടെ ഹെഡ് റെസ്റ്റ് BYD ഏറ്റെടുക്കില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. സംഭവം നല്ല സ്പേഷ്യസ് ആണ്. റിയറിലും അത്യാവശ്യം നല്ലതാണ്. അതേപോലെ ഈ ഗ്ലാസിൻ്റെ ഭാഗത ഈ ഒരു ഷോൾഡർ ലൈൻ പോലത്തെ സംഭവം കുറച്ച് ഉയരത്തിലാണ്. ഇതിപ്പോൾ കൈ കയറ്റി വെക്കൽ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഇവിടെ തന്നെ കൈ വെച്ചാൽ മതി, കുഴപ്പമില്ല. ഇത് നല്ല ഇതിൽ തന്നെയാണ്. ഇവിടെ ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കൊള്ളാം. ഇനി നമ്മളെ
BYD സീലിനെ ഒന്ന് ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ശരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വാക്ക് അറൗണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിലാണെങ്കിൽ പോലും നമ്മൾ നേരത്തെ ഇതിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇനി അറിയേണ്ടതുണ്ടാവുക ഇത് എങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണെന്ന് പറയാം. അതായത് ഈ വാഹനത്തെ 50-50 ആക്കി കഴിഞ്ഞാൽ ആ ഒരു 50-50 എൻഡ് ആവുന്ന, അതായത് ഫസ്റ്റത്തെ 50 എൻഡ് ആവുന്നതും രണ്ടാമത്തെ 50 സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെയും ഭാഗത്തായിട്ടാണ് ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും വണ്ടിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഇരുന്ന് ഓടിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം എന്നുള്ളതാണ്. പക്ഷേ കുറച്ചും കൂടി എന്താ പറയുക, കോൺസെൻട്രേറ്റഡ് ഡ്രൈവ് എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് കുറച്ചധികം ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 3 വേരിയൻറ്റുകളിലായിട്ടാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഡൈനാമിക്, പ്രീമിയം, പെർഫോമൻസ് എന്നുള്ള 3 വേരിയൻറ്റുകളായിട്ടാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3നും തമ്മിൽ ചെറിയ റേഞ്ച് വ്യത്യാസമുണ്ട്. പെർഫോമൻസ് എന്ന് പറയുന്ന വേരിയൻറ്റ് ഓൾ വീൽ ഡ്രൈവാണ്. അത് 580 കിലോമീറ്റർ ദൂരം ഒറ്റ ചാർജിൽ സഞ്ചരിക്കാൻ പറ്റും എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീമിയം ആണ്. ഇത് 650 കിലോമീറ്റർ ദൂരം ഒറ്റ ചാർജിൽ സഞ്ചരിക്കാം. പക്ഷേ ഇത് റിയർ വീൽ ഡ്രൈവ് വാഹനമാണ്, ഓൾ വീലല്ല. മറ്റുള്ള ഡൈനാമിക് ആണ്. അത് 510 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കുക. അതും റിയർ വീലാണ്. പക്ഷേ അതിനകത്തുള്ള ബാറ്ററി 61.5 kWh's ബാക്കി രണ്ടും, അതായത് പ്രീമിയവും പെർഫോമൻസും വരുന്നത് 82 kWh's ബാറ്ററിയാണ് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. കുറച്ചും കൂടി റേഞ്ച് കൂടുതലാണ് പ്രീമിയത്തിലേക്ക് വരുമ്പോൾ. ഓൾ വീൽ ഡ്രൈവിലേക്ക് വരുന്ന സമയത്ത്, അതായത് പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് 3.9 സെക്കൻഡാണ് 0 to 100. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മോഡൽ 5.9 സെക്കൻഡാണ് 0 to 100 ടച്ച് ചെയ്യുന്നത്. അപ്പോൾ 3 വേരിയൻറ്റുകൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ് എന്ന് പറയേണ്ടി വരും എന്നതാണ്. പിന്നെ ഡ്രൈവ് ഡൈനാമിക്സും റിയർ വീൽ ആ ഒരു സാധനവും. അപ്പോൾ അതാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് ഇനീഷ്യലി നമുക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. വാഹനം ഓടിച്ചു തുടങ്ങുമ്പോഴുള്ള ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സ്പോർട്സ് വാഹനം എന്ന് പറയുമല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ക്വിക്ക് റെസ്പോൺസ്, ഭയങ്കര എന്താ പറയുക, ഡ്രൈവബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവ് ഡൈനാമിസം ഭയങ്കരമായിട്ട് നിലനിർത്തുന്ന ഡ്രൈവ്, ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ വാഹനത്തെ കുതിച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാലൻസ്ഡ് ആണ്, ഗ്രൗണ്ടഡ് ആണ്, അങ്ങനെ കുറേ പ്രത്യേകതകളും ഈ വാഹനത്തിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നതാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ 0 to 100 നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. 0 to 100 ചെക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ചാണ്. 140 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ബാഡ് റോഡിലൊക്കെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ കുറച്ച് ബാഡ് റോഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹമ്പ് ചാടുമ്പോൾ, അതുപോലെ തന്നെ ഗട്ടർ എടുത്ത് കഴിയുമ്പോഴൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് ഇതാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒന്നാണ്. രണ്ടാമതൊരു കാര്യം, നമ്മൾ 150 km/h വേഗതയിൽ വരെ ഇത് ഓടിച്ചിരുന്നു. ആ സമയത്തും ഇത് അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ്. ഇനി നമുക്കൊന്ന് 0 to 100 നോക്കാം. കമ്പനി അവകാശപ്പെടുന്നത് 5.9 സെക്കൻഡാണ്. നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. ഭയങ്കര എംറ്റി ആയിട്ടുള്ള റോഡാണ് ഇത്. കൊച്ചിയിലെ എന്താ പറയുക, രണ്ടറ്റവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇത്രയും ഭാഗം മാത്രം ഒറ്റ സ്ട്രെച്ചായിട്ട് കിടക്കുന്ന ഒരു റോഡാണ്. ഇതൊരു ഹൈവേയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു റോഡിലേക്കോ കണക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങളും വളരെ കുറവാണ്. അവിടെയാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബാക്കിൽ സമയം നോക്കും. നമുക്കൊന്ന് നോക്കാം, ആക്സലറേഷൻ കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. റെഡി, 1 2 3 സ്റ്റാർട്ട്. യെസ്, 5.7 സെക്കൻഡ് കൊണ്ട് നമ്മൾ 0 to 100 ടച്ച് ചെയ്തിട്ടുണ്ട്. അത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അതായത് കമ്പനി അവകാശപ്പെടുന്നതിനേക്കാൾ കുറച്ച് ചിലപ്പം കൂടുതൽ കിട്ടും, ചിലപ്പം കുറച്ച് കുറഞ്ഞും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ 5.7 സെക്കൻഡ് കൊണ്ട് നമ്മൾ 0 to 100 എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മൊബൈലിൽ സമയം നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവും എന്നുള്ളതാണ്. ഏതായാലും വാഹനം ഓടിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഗംഭീര എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരു ശരിക്കും വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനിത് 2 ദിവസം മുമ്പ് ഇവർ ഏതോ ഒരു ഡീലർഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തിരൂർ വെച്ചിട്ട് BYDനെ സ്പോട്ട് ചെയ്തായിരുന്നു. ശരിക്കും നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു അടിപൊളി സ്പോർട്സ് സെഡാൻ, ആ ഒരു ഇതിലൂടെ ഇങ്ങനെ കവർ ചെയ്തു പോകുന്ന ആ ഒരു റിച്ച്നെസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൺ ഇറ്റ്സ് ആൻ ഇലക്ട്രിക്. അതാണ് അതിൻ്റെ പ്രത്യേകത. അടിപൊളി. ശരിക്കും ഡിസൈൻ മികവ് നോക്കുമ്പോഴും, അതുപോലെ തന്നെ ഇതിനകത്തുള്ള തീംസ് ഒക്കെ. ഞാൻ സീറ്റ് ബെൽറ്റ് ഒന്ന് ഒരുക്കി കേട്ടോ. സീറ്റ് ബെൽറ്റ് ഇടാതെ ഡ്രൈവ് ചെയ്യരുത്. അതുപോലും വെറൈറ്റി സൗണ്ട്സ് ആണ്. പിന്നെ അതുപോലെ ഈ വാഹനം ഓണായി വരുന്ന സമയത്തൊരു വാട്ടർ ഡ്രോപ്പ് ബേസ്ഡ് തീം മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ കുറേയൊക്കെ ഒരു വെറൈറ്റീസ് കൊണ്ടുവരാൻ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ പുതിയ കാലത്ത് എല്ലാ വാഹനങ്ങളിലും ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ
അഡാസ് ഫീച്ചറുകൾ, ഒരു പാനറമിക് വ്യൂ ഒക്കെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം കൂടി പറയാം. കുറച്ച് സ്റ്റിഫറാണ് സസ്പെൻഷൻ, അതുകൊണ്ട് തന്നെ ഡ്രൈവബിലിറ്റി കൂടുതലാണ് എന്നുള്ളതാണ്. പക്ഷേ ഭയങ്കര സ്റ്റിഫാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. അപ്പോൾ നമ്മളൊരു മോശം റോഡിലൂടെ പോകുന്ന സമയത്തും ഒരു സോഫ്റ്റ്നെസ് ഒക്കെ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സ്റ്റിഫാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ വാഹനത്തിനകത്ത് ഐടാക് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി കൂടി ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ എത്ര സ്പീഡിൽ പോയിട്ട് സിഗ്സാഗ് അടിക്കുകയാണെങ്കിൽ പോലും ഉണ്ടോ ഒരു പ്രശ്നമില്ലാതെ ബാലൻസ് ആക്കാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫീച്ചർ കൂടി ഉണ്ട്. അതായത് കുറച്ചും കൂടി എന്താ പറയുക, ഒരു അപകടം കുറക്കാൻ ആ ഒരു ഫീച്ചർ സഹായിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇതിൻ്റെ ഒരു ബാറ്ററിനെ കുറിച്ചും കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. ശരിക്കും ബ്ലേഡ് എന്ന് പറയുന്ന ഒരു ബാറ്ററി ടെക്നോളജിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. BYD എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി ബാറ്ററിയുടെ കാര്യത്തിൽ ഭയങ്കര ഫേമസ് ആണ്. ഒരു ബാറ്ററി നിർമ്മാണ കാര്യത്തിലൊക്കെ പല വലിയ വലിയ ബ്രാൻഡുകൾക്കും BYD ആണ് ബാറ്ററികൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. മൊബൈൽ മേഖലയിലാണെങ്കിൽ പോലും അങ്ങനെയാണ് എന്നുള്ളതാണ്. അത് നമ്മൾ BYD ഓട്ടോ 3 റിവ്യൂ ചെയ്ത സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ റിവ്യൂ കാണാത്ത ആൾക്കാരൊന്ന് കണ്ടു നോക്കാം. മകൾ ഐ ബട്ടണിൽ ഞാനതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അങ്ങനത്തെ ഒരു കമ്പനിയാണ് BYD. ആ BYD ഇതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവരുടെ പുതിയ ഈ പ്ലാറ്റ്ഫോം 3.0 എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ബാറ്ററി പ്ലേസ് ചെയ്തേക്കുന്ന ഒരു സാൻഡ്വിച്ച് ടൈപ്പ് ആയിട്ടാണ്. അതായത് ബോഡി ഫ്രെയിം ബാറ്ററി പോലെ, അതായത് ബോഡി അതിമ ഗ്ലൂ പേസ്റ്റ് ചെയ്തിട്ട് ബാറ്ററി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഗ്ലൂ പേസ്റ്റ് ചെയ്തിട്ട് ഒരു ട്രെയും വെച്ച് കൊടുത്തേക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാൻഡ്വിച്ച് രൂപത്തിലാണ് ഇതിനകത്തുള്ള ബാറ്ററി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അൾട്രാ സേഫാണ് ഇത് എന്നുള്ളത്. അടിയടിക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ടുണ്ടാവാവുന്ന ഡാമേജുകളൊന്നും ഇതിനകത്ത് സംഭവിക്കില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിന് 45,50,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡ് പ്രൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും. പെർഫോമൻസ് എന്ന് പറയുന്ന നമ്മുടെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിന് വില എന്ന് പറഞ്ഞാൽ 53 ലക്ഷം രൂപയാണ്. 53 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്ന സമയത്ത് അത്യാവശ്യം ഒരു സൂപ്പർ പ്രൈസിങ് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 650 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാം, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. 0-100 5.7 സെക്കൻഡ് കൊണ്ട് എത്തുന്നു. 53 ആവുന്ന സമയത്ത് 3.9 സെക്കൻഡ് കൊണ്ട് എത്തുന്നു അല്ലേ. 53 ലക്ഷം രൂപ വരുന്ന വണ്ടി പെർഫോമൻസ് ആണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ബാറ്ററി പാക്ക് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അല്ലേ അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു മെഷീൻ എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് എനിക്ക് BYD സീലിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം ചാർജിങ് ആണ്. 150 കിലോവാട്ടിൻ്റെ ചാർജറൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ അതൊക്കെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതൊക്കെ വെച്ചാൽ നമുക്ക് വെറും 26 മിനിറ്റ്സ് കൊണ്ടൊക്കെ ഇത് ചാർജ് ചെയ്തെടുക്കാം. ചാർജിങ് മെത്തേഡിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ചാർജിങ് ടൈമിനകത്തും വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് ഇതിൻ്റെ പവറാണ്. 208 ഹോഴ്സ് പവർ മുതൽ 310 ഹോഴ്സ് പവർ വരെ ഇത് ഉൽപ്പാദിപ്പിക്കും. വേരിയൻ്റനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നതാണ്. അപ്പോൾ ഇതാണ് BYD സീൽ. ഒരു 53 ലക്ഷം രൂപ എക്സ്-ഷോറൂം പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആവാവുന്ന ഒരു അടിപൊളി ഇലക്ട്രിക് സെഡാൻ എന്ന് നമുക്ക് BYD സീലിനെ വിശേഷിപ്പിക്കാം. നല്ല പെർഫോമൻസ് ആണ്. ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് ഫണ്ണാണ്. ആക്സലറേഷൻ റെസ്പോൺസ് ഒക്കെ ഉണ്ടോ, റോക്കറ്റ് സ്റ്റൈലാണ്. അത് EVയുടെ പ്രത്യേകതയാണ്. നല്ല ബാറ്ററി പാക്കാണ്. കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ എന്നാണ് എനിക്ക് BYD സീലിനെ ടോട്ടലി വിശേഷിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.